എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഹാകാളി ഹീലിംഗ് ഇത് ഒരു സോൾ റിലീസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണെന്ന് ഞാൻ പറയാറുണ്ട്. ഒപ്പം തന്നെ ബാധ റിലീസ്, ശത്രുബാധകളെ മാറ്റുക, അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും അത്തരം കാര്യങ്ങൾക്കാണ് വരുന്നത്. പക്ഷെ ഇതല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഹീലിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ നിങ്ങൾ നോർമലാണെന്ന് വിചാരിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു എനർജിയുടെ ഇംബാലൻസ് ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ റോഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ റോഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ റോഡാണ്. നമ്മൾ റോഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ റോഡ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും റോഡ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒരാളുടെ നേരെ ഈ റോഡ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, ഇതാ ഇപ്പം എൻ്റെ നേരെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്, എൻ്റെ ഫോട്ടോയുടെ നേരെയാണ് കാണിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം കണ്ടാ തിരിഞ്ഞിങ്ങോട്ട് വരണ്ട. ദാറ്റ് മീൻസ് എൻ്റെ എനർജി പോസിറ്റീവാണെന്നുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടി കാണിക്കുന്ന റോഡ്. ഇത് ഞാൻ ഉണ്ടാക്കിയ റോഡാണ് കേട്ടോ. ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ച റോഡാണ്. ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. പഴയ വീഡിയോയിലുണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ചില അത്ഭുതകരമായ ചില കാര്യങ്ങൾ, റിസൾട്ട് വേറെ രീതിയിൽ റിസൾട്ട് കിട്ടിയേ വരേണ്ടുന്ന കേസുകളെ പറ്റിയാണ് ഞാൻ പറയണത്. നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഒരു ക്ലയൻറ്റ്, അവർക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു വേറെ സ്ഥലത്ത്, ഇടുക്കി തന്നെ വേറെ സ്ഥലത്ത്, ഇടുക്കി ജില്ലയിലാണ് ആ സ്ഥലമുള്ളത്. ഇവർ കോട്ടയത്താണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ ഈ ഭൂമി വിൽക്കാൻ പറ്റാണ്ട് കിടക്കണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഭൂമി വിൽക്കാനുള്ള ആൾക്കാരെ കൂടി കൂട്ടമായിട്ട് അടുത്തേക്ക് ദയവേത് പറയരുതട്ടോ, അതിനുവേണ്ടി പറയുന്നതല്ല. ആ കൂട്ടത്തിൽ സംഭവിച്ച ഒരു അത്ഭുതകരമായ കാര്യത്തെപ്പറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം ദേവിയുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മേടിച്ചിട്ടേക്കണ വിൽക്കാണ്ടേക്കണ ഭൂമി വിൽക്കാൻ വേണ്ടി വന്നാൽ എനിക്ക് വിറ്റുതരാൻ പറ്റില്ല. പക്ഷേ അതേപോലെ ഒരു അനുഗ്രഹം കൊടുക്കേണ്ട ആൾക്കാർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പോലും അറിയാതെയാണ് സംഭവിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ അവർ ഹീലിങ്ങിന് വേണ്ടി വന്നു. ഹീലിങ്ങിന് വേണ്ടി വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്കൊരു ഭൂമിയുണ്ട്, ആ ഭൂമി വിറ്റെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ, വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുവേണ്ടി എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിപാടി, ഈ ഹൗസ് സീലിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗസ് സീലിംഗ്, അതിനുള്ളൊരു പരിപാടി ചെയ്തു തരാമെന്നോ. അപ്പോൾ അങ്ങനെ അവരവിടെ പോയപ്പോൾ അവിടെ ആ ഒരു പരിപാടി, അത് വീഡിയോ കോളിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു കരിങ്കലിൻ്റെ കഷ്ണത്തിലാണ് ആ പരിപാടി ചെയ്യണത്. അങ്ങനെ അതവിടെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആ പറമ്പ് കച്ചവടമായി. അപ്പോൾ എനിക്കും അത്ഭുതമായിട്ടോ വാസ്തവത്തിൽ. കാരണം അതൊരു എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അവർക്ക് സംഭവിച്ചു, നിങ്ങൾക്ക് സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അവരുടെ മകനാണ് ഹീലിംഗ് എടുത്തത്. ആ മകൻ്റെ ഹീലിംഗ് എടുത്തതിന് ശേഷം മകന് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരികയും അവനെന്തോ പഠിക്കാനോ ജോലിക്കോ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പോസിറ്റീവായെന്നുള്ളതാണ് അവരുടെ കാര്യങ്ങൾ. അപ്പോൾ വരുന്നത് ഒരു കാര്യത്തിനായിരിക്കും, പക്ഷേ അവർക്ക് വേറെയും ബെനിഫിറ്റുകൾ നമ്മൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇതിന് മുമ്പ് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊരു ലേഡി ഇതുപോലെ തന്നെ ഒരു ക്ലയൻറ്റ്, അവർ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അവരുടെ ഓഡിയോ മെസ്സേജൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ തന്നെ കുറേ കാലങ്ങൾ പുറത്തായിരുന്നു, കേരളത്തിന് വെളിയിലായിരുന്നു. കേരളത്തിന് വെളിയിൽ അവർ ബിസിനസ്സൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ പൈസ ഉണ്ടാക്കിയത് മുഴുവനും അവർ സേവ് ചെയ്തത്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയത് മുഴുവനും അവരുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അന്ന് ചേട്ടൻ തമ്മിൽ നല്ല കമ്പനിയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നീ എൻ്റെ പേരിൽ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുട്ടികളില്ല. അപ്പോൾ ഇപ്പോൾ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ചേട്ടൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അതൊരു ദയനീയമായ കഥ കേട്ടോ. കാരണം എനിക്ക് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് വന്നുപോയി. കാരണം അങ്ങനത്തെ ഫീലിംഗ് വരാത്തൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ അത് കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കണമുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർക്ക് പക്ഷേ നാട്ടിലെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു വീട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീട് എന്ത് ചെയ്താലും വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇവർക്ക് നാട്ടിലൊന്നും ജീവിക്കണ്ടേ. അപ്പോൾ വീട് വിൽക്കാനായിട്ട് ഇവർ പല വഴികളും നോക്കി. അപ്പോൾ ഇതേപോലെ ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന്, അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു എനർജി സംബന്ധമായ കുറച്ച് വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്തപ്പോൾ അത് മാറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ ഹൗസ് ഹീലിംഗ് അവിടെ ചെയ്തു. അത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കച്ചവടമായി. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അപ്പോഴും
ഇങ്ങനെയൊക്കെ സംഭവിക്കും, മഹാകാളി ഹീലിങ്ങിൽ അതൊക്കെ സംഭവിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഞാനും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ അവരത് രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞു, അവരുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വേറെ സ്ഥലം വാങ്ങി വീട് വെക്കാനായിട്ട് പ്ലാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പല അത്ഭുതങ്ങളും നമ്മുടെ മഹാകാളി ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഹീലിംഗ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം. കാരണം എനിക്ക് ബാധകളെ പറ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ ഇനിയൊന്നും പറയാനില്ല. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോസിൽ, പഴയ വീഡിയോസിലൊക്കെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മളിൽ ഉള്ള കുറേ വിദ്യകൾ, ടെക്നിക്സ്, സിമ്പിളായിട്ടുള്ള കുറേ വിദ്യകൾ അതും ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ആയുള്ളത് പറയാനായിട്ടുള്ളത് ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ആദ്യം പറയാണ്ടിരുന്നേച്ചാണ്. പക്ഷേ ഇനിയിപ്പോൾ ടോപ്പിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയൊന്നും തൊടാത്ത രീതിയിൽ ആളുകളുടെ എക്സ്പീരിയൻസ് പറയാം. ആളുടെ പേരോ അല്ലെങ്കിൽ സ്ഥലമോ ഇതൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞു പോവാം ജനറലായിട്ട്. കാരണം നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സമാനമായ ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലൂടെ സാധിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവരും വീഡിയോസിൽ ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.